സ്ത്രീകൾ സാധാരണ നമ്മളെ അടുത്ത് വരുന്നൊരു ചോദ്യമുണ്ട്, ചോദിച്ചു വരുന്ന കുട്ടികൾ, മെൻസസ് കൂടുതലാണ്, എപ്പോഴും മെൻസസ് ഒരു മാസം 2 തവണ ആവുന്നു, 3 തവണ ആവുന്നു, അല്ലെങ്കിൽ 5 ദിവസത്തിന് പകരം 7 ദിവസം 10 ദിവസം കട്ടകട്ടയായി ബ്ലീഡിങ് വരുന്നു. ഇതൊരു സാധാരണ നമ്മൾ അതിനെ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലെങ്കിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ ആക്രോണൈമായിട്ട് നമുക്ക് ഡോക്ടേഴ്സിന് നമ്മളതിൻ്റെ സ്ട്രക്ചറിലും നോൺ സ്ട്രക്ചറിലും എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് വരാറുണ്ട്. അതിനെ പാം കോയിൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ പാം കോയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും പോളിപ്പൽ, അഡിനോമയസിസ്, ലിയോമയോമ, മാലിഗ്നൻസി അഥവാ ഹൈപ്പർപ്ലാസിയ, കോയിൻ എന്ന് വെച്ചാൽ കോയഗുലോപ്പതി, അതിൻ്റെ ഓവറിയൻ ഫങ്ഷൻ, ഓവറിയൻ ഇഷ്യൂസ്, എൻഡോമെട്രിയൽ, അങ്ങനെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വരും നോൺ സ്ട്രക്ചറിൽ, മെൻ സ്ട്രക്ചറിൽ. അപ്പോൾ ഇതിൽ സ്ട്രക്ചറിലാണെങ്കിൽ നമുക്കതിന് മരുന്ന് കൊണ്ട് മാറുന്നില്ലെങ്കിൽ നമുക്കതിനെ അറിയാം ചെറിയ സർജറീസ് ഉണ്ട്. നോൺ സ്ട്രക്ചറിലാണെങ്കിൽ അധികം മരുന്ന് കൊണ്ട് തന്നെ നമുക്കത് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അനിമിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് അയൺ വെച്ച് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അധികം നമ്മൾ നോൺ സ്ട്രക്ചറിലായുള്ള ഓവുലേഷനും PCOD ഒക്കെ, ഓവുലേഷൻ ഇഷ്യൂ വന്ന് PCOD പോലത്തെ അസുഖങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക, ബ്ലീഡിങ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു മാരക അസുഖമായി തന്നെ എപ്പോഴും കാണേണ്ടതില്ല. പക്ഷേ എന്നാലും മാലിഗ്നൻസി പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സ്ക്രീനിങ്ങും അതിന് കൂടെ തന്നെ ചെയ്യേണ്ടതാണ്.